ഒരു പട്ടിയുടെ വീഡിയോ ആണ്. 2 കാലില്ല അതിന്. അത് നടക്കുന്നതുണ്ടോ? അപ്പോൾ അതിന് കുഞ്ഞുങ്ങളുണ്ട്. ഓരോരുത്തർ വെച്ച് അതിനെ താലോലിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനെ പ്രസവിച്ച് കുഞ്ഞുമായിട്ട് ഈ പട്ടിയെ വന്ധീകരിക്കണം. അതിനെ വന്ധീകരിക്കാതെ വിടേണ്ട ആവശ്യമൊന്നുമില്ല. പാവം 2 കയ്യും ഇല്ല, പ്രസവിച്ച് കൂട്ടുക അവിടെ കിടന്ന്. എന്തൊരവസ്ഥയാണ്. ആൾക്കാർ അതിനെ പുന്നാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം ചെയ്യേണ്ട അതിനെ വന്ധീകരിക്കുകയാണ്. ആ കൊച്ചുങ്ങളെ തീറ്റണം. കഷ്ടപ്പെടുക. മനുഷ്യൻ കഷ്ടപ്പെടുന്ന പോലെ പട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പട്ടിയും കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ പട്ടിയെ വന്ധീകരിച്ചിട്ടില്ല, വന്ധീകരിക്കുമെന്നൊക്കെ ഗവൺമെൻറ് പറയുന്നുണ്ട്. ഇവിടെ അല്ല സംഭവം നടക്കുന്നതെങ്കിൽ പോലും ഈ കേരളത്തിൽ ഈ പട്ടിയുടെ ശല്യമാണെന്ന് പറയുന്നത് മഹാമണ്ഡലം. ഞാൻ ഇന്നേ ഒരു ശല്യക്കാരൻ പട്ടിയെ റോഡിൽ കണ്ടിട്ടില്ല. എന്നോടെല്ലാ പട്ടികളും കൂട്ടാ. നമ്മുടെ സ്വന്തക്കാരാണ്, നമ്മുടെ പിള്ളേരാ. മനസ്സിലായേ? നമ്മുടെ കമ്പനിക്കാരെന്നാണ് ഞാൻ പറയുന്നത്. പൊതുവെ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ വന്ധീകരിക്കുമ്പോൾ പെൺപട്ടിയെ മാത്രം വന്ധീകരിച്ചാൽ മതി. ആൺപട്ടിയെ വന്ധീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൺപട്ടിയെ വന്ധീകരിക്കും, പെൺപട്ടിയെ വന്ധീകരിക്കും. എന്തിന്? ഇപ്പോൾ തിരുവല്ലയിലെ പട്ടികളുടെ വന്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അവിടെ പെൺപട്ടികൾ, നാടൻ പട്ടികൾ, സ്ട്രീറ്റ് ഡോഗ്സ് എല്ലാത്തിനെയും വന്ധീകരിക്കുന്നതായിരിക്കും. പിന്നെ ഏതെങ്കിലും പട്ടികളെ വീട്ടിൽ വളർത്തുന്നവർ വന്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിനുള്ള നടപടി എടുക്കുന്നതായിരിക്കും. ഇപ്പോഴല്ല, ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ പുതിയ പ്ലാനുകൾ വരുന്നതാണ്. അങ്ങനെ തിരുവല്ലയിൽ ഈ സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് നിർത്തി തരും. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയോ?